എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മമ്മൂക്ക, ലാലേട്ടൻ, ചാക്കോച്ചൻ, ഫഹദ് ഫാസിൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന മഹേഷ് നാരായണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന പാട്രിയോട്ട് എന്ന സിനിമയുടെ ചിത്രീകരണം നാളെ എടപ്പാളിൽ പുനരാരംഭിക്കുന്നതാണ്. ലാലേട്ടൻ പങ്കെടുക്കുന്ന ആക്ഷൻ രംഗങ്ങളാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഇന്ദ്രൻസ് ആണ് ഈ ഒരു ഷെഡ്യൂളിലെ മറ്റൊരു താരം. ശ്രീലങ്കയിലായിരുന്നു ചിത്രത്തിന്റെ 8ാം ഷെഡ്യൂൾ നടന്നത്. ലാലേട്ടൻ, ചാക്കോച്ചൻ എന്നിവർ ഉൾപ്പെടുന്ന ഒട്ടനവധി രംഗങ്ങൾ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ ഒരു വൻപൻ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിക്കുന്ന മമ്മൂക്ക സിനിമയിൽ നിന്നും കുറച്ചു ദിവസത്തേക്ക് ഇടവേള എടുത്തതുകൊണ്ട് തന്നെ പാട്രിയോട്ടിൽ ലാലേട്ടന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിത്രത്തിന്റെ ഷൂട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെ അപ്ഡേറ്റ് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഇത്തരത്തിൽ പുറത്തു വരുന്ന വാർത്തകളൊന്നും ശരിയല്ല. ചിത്രത്തിലെ പ്രധാന കഥാപാത്രം മമ്മൂക്ക തന്നെയാണ്. ലാലേട്ടൻ ഗസ്റ്റ് അപ്പിയറൻസിൽ തന്നെയാണ് ചിത്രത്തിലെത്തുന്നത്. പാട്രിയോട്ടിലേക്ക് മമ്മൂക്ക ജൂലൈ മാസം അവസാനത്തോടെയോ ആഗസ്റ്റ് മാസത്തിൽ റീജോയിൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. DQ സൗബിൻ ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. സൗബിൻ DQന് വെച്ചെടുക്കുന്ന അല്ലെങ്കിൽ സംവിധാനം ചെയ്യുന്ന പടത്തിൽ തിരക്കഥ കൈകാര്യം ചെയ്യാൻ പോകുന്നത് നടി അർച്ചന കവിയും കൂടെ സൗബിന് തന്നെ പറവ സിനിമയിൽ തിരക്കഥ കൈകാര്യം ചെയ്ത മുനീർ അലിയും ചേർന്നെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നിലവിൽ കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് വീണ്ടും DQ തിരിച്ചെത്തുന്ന ഐ ആം ഗെയിം എന്ന സിനിമയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും DQ സൗബിൻ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൃശ്യം സിനിമയുടെ മറ്റൊരു അപ്ഡേറ്റും ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ജിത്തു ജോസഫ് തന്നെയാണ് ആ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ ഒരു ചിത്രം യൂണിവേഴ്സിലേക്ക് പോകുമോ എന്ന് പല സിനിമാ പ്രേക്ഷകരും പ്രതീക്ഷിച്ചിരുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു. അതായത് കൂമനിലെ ആസിഫ് അലിയുടെ കഥാപാത്രം ഈ ഒരു കേസ് അന്വേഷിക്കാൻ വരുന്നു, അല്ലെങ്കിൽ മെമ്മറസിലെ പൃഥ്വിരാജിന്റെ കഥാപാത്രം ഈ ഒരു കേസ് അന്വേഷിക്കാൻ വരുന്നു. എന്നാൽ ഇത്തരത്തിലേക്കുള്ളൊരു യൂണിവേഴ്സിലേക്ക് ദൃശ്യം 3 പോകുന്നില്ലെന്ന് ജിത്തു ജോസഫ് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അടുത്തത് ദളപതി വിജയ് ഫാൻസിനുള്ളൊരു അപ്ഡേറ്റ് ആണ്. H വിനോദിന്റെ സംവിധാനത്തിൽ ദളപതി വിജയ് നായകനായെത്തുന്ന ജനനായകൻ സിനിമയിൽ ക്ലൈമാക്സ് രംഗത്തിൽ വിജയ് ഫാൻസിന് വേണ്ടി ഒരു സംഭവം റെഡിയാക്കിയിട്ടുണ്ടെന്നാണ് അനിരുദ്ധ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് എന്താണെന്നറിയാൻ വേണ്ടി 2026 ജാനുവരി 9 വരെ നിങ്ങൾ നമ്മൾ കാക്കണം. അപ്പോൾ ഇന്ന് പറഞ്ഞ അപ്ഡേറ്റുകളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക.